ആദ്യകാലങ്ങളിൽ ദൈവവചനത്തിന് വിളിച്ചുകൊണ്ടിരുന്ന പേര് ഉടമ്പടി ഗ്രന്ഥമാണ്. പക്ഷെ ഉടമ്പടി ഗ്രന്ഥം തുറക്കുമ്പോൾ അത് എന്തിനാണെന്ന് ജനത്തിന് അറിയാം. അത് വായിച്ച് കേൾക്കാനല്ല, ശരിക്കും പറഞ്ഞാൽ എന്തിനാണ്? അത് നടപ്പിൽ വരുത്താനാണ്. പുറപ്പാട് 24:7 അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ ഈ വചനത്തിന് പേരുണ്ടായിരുന്നു. ആദ്യം ബൈബിളെന്ന് എപ്പോഴും എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ആദ്യത്തെ പേര് അതല്ലായിരുന്നു. എന്താണ്? ഉടമ്പടി ഗ്രന്ഥം എന്നാണ്. ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. അതാണ് ഉടമ്പടി. കണ്ടില്ലേ? വെറുതെയാണ് ഉടമ്പടിക്ക് ഇത്രയും അടിപൊളി സാക്ഷ്യം കിട്ടണത്. അത് സത്യസന്ധമായ ദൈവികമായ പദ്ധതിയാണത്. അതിനകത്ത് ബുദ്ധിയും ബോധത്തോടു കൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് അത് വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് ഈ പിതാക്കന്മാരെല്ലാം പറഞ്ഞേക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ ദാവീദില്ലേ, ദാവീദിന്റെ അടുത്ത് ഗോലിയത്ത് വരണില്ലേ? അയാൾ ഉടമ്പടി വചനമാണ് പറയണത്. ആ സമയത്ത് എന്താ ഗോലിയത്തെ കാണുമ്പോൾ എന്താ പറയണത്? ഗോലിയാത്ത് എന്ന് പറയുമ്പോൾ തനിക്ക് എല്ലാവരും തോറ്റുപോയി. ദാവീദിന്റെ ചേട്ടന്മാർക്ക് ലീവ് എടുത്ത് വീട്ടിൽ പോയി. ജസ്റ്റ് വലിയ അഭിമാനം കണ്ടിരുന്ന ആൾക്കാരാണ് ദാവീദിന്റെ ബ്രദേഴ്സ്. അവന്മാർ നല്ല നീല കണ്ണന്മാരും സ്വർണ്ണ മുടിയുള്ളവരും ദാവീദിനേക്കാളും സൗന്ദര്യമുള്ളവരും നല്ല പവറുള്ളവരും യുദ്ധ നൈപുണ്യമുള്ളവരുമാണ്. പക്ഷേ ഗോലിയാത്തിനെ കണ്ടപ്പോൾ അവരുടെ വൈഫ് പറഞ്ഞ് നിങ്ങൾ ലീവ് എടുത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ കുറേ പേര് പോയി. അപ്പോഴേ എല്ലാ ഇസ്രായേൽ തോക്കും. ദൈവജനതയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആൾ വരണ കണ്ടില്ലേ? എന്താ, ഒരു കവണിയൊക്കെ എടുത്തിട്ട് വരും. ഗോലിയാത്തിനെ കാണുമ്പോൾ ദാവീദ് ഉടമ്പടി വചനം പറയും. 1 സാമുവേൽ 17:45 ദാവീദ് ഗോലിയാത്തിനോട് പ്രതിവചിച്ചു, വാളും കുന്തവും നീ വാളും കുന്തവുമായി ചാട്ടുളിയുമായി. അപ്പൊ മെരിറ്റാണ് അത് പറയണത്. മെരിറ്റ്. നീ വാളും കുന്തവും ചാട്ടുളിയും ആയുധങ്ങളായിട്ട് വരും. അതാണ് നിന്റെ മെരിറ്റ്. നീ എന്നെ നേരിടാൻ വരുന്നു. നീ എന്നെ നേരിടും. മെരിറ്റ് കൊണ്ടാണ് നീ എന്നെ നേരിടുന്നത്. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. അതാണ് നോട്ട് ബൈ മെരിറ്റ്. നീ മെരിറ്റോടുകൂടി വരുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിൻ്റെ മെരിറ്റ് കണ്ടിട്ട് പകക്കണില്ല. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ പോയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ കമ്പനിയിലോട്ട് പോണത്. ഞാനവിടെ ചെല്ലുമ്പോൾ ആ കമ്പനി തന്നെയുള്ള 12 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെയാണ് പ്രൊമോഷന് വേണ്ടി എൻ്റെ ഒപ്പം മത്സരിക്കണമെന്ന്. അപ്പോഴെന്താണ് അവർ ചെയ്യണത്? ഉടമ്പടി കാശുരെടുത്ത് മുത്തും, അമ്മേ നീ ഉണ്ടാകണമെന്ന് പറയുമെന്ന്. ഇതിനെന്ത് പറ്റി? ആ 12 കൊല്ലം ആ കമ്പനി എക്സ്പീരിയൻസ് ഉള്ളവർ പ്രൊമോഷന് വേണ്ടി മത്സരിക്കുന്നതിൻ്റെ കൂടെയാണ് മത്സരിക്കുന്നത്. ഗോലിയാത്തിൻ്റെ കൂടെ മത്സരിക്കുന്നത് ദാവീദിൻ്റെ കയ്യിൽ അമ്മയുടെ ഉടമ്പടി കാശുര് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാ സംഭവിക്കണം? നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം. അവരെ ആ ഒറ്റ ഇൻ്റർവ്യൂവിൽ അയാളെ തന്നെ എടുത്ത് ആ കമ്പനിയുടെ ഉന്നതങ്ങളിൽ പ്രതിഷ്ഠിക്കുകയാണ്. അടിപൊളി സാക്ഷ്യമല്ലേ? എന്താണ്? നീ വാളും പരിചയും ചാട്ടുളിയുമായിട്ട് വരുന്നു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്.